കെമിക്കൽ കൈനറ്റിക്സ്. ഈ കെമിക്കൽ കൈനറ്റിക്സിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്? ഒരു റിയാക്ഷൻ്റെ റേറ്റ്. റിയാക്റ്റൻസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഇത് ഏത് റേറ്റിലാണ് റിയാക്റ്റൻസ് പ്രവർത്തിച്ച് തീരുന്നത്, ഏത് റേറ്റിലാണ് പ്രൊഡക്ട്സ് ഉണ്ടാവുന്നത്, രണ്ടും ഒന്നാണല്ലോ. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രൊഡക്ട്സ് പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ചേഞ്ച് ആവുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ, യൂണിറ്റ് ടൈമിൽ പ്രവർത്തിച്ച് തീരുന്ന റിയാക്റ്റൻറ്റ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്, അതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ച്, ആരുടെ ചേഞ്ച്? റിയാക്റ്റൻറ്റിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷനിൽ യൂണിറ്റ് ടൈമിൽ വരുന്ന ചേഞ്ചിനാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് അതൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നു, ഒരു റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ റേറ്റ് നമുക്ക് നോക്കാം. അതിൻ്റെ റേറ്റ് പല രീതിയിൽ നമുക്ക് കാണിക്കാം. ഒന്നാമത്തെ രീതിയാണ് റേറ്റ് കാണിക്കണമെങ്കിൽ മൈനസ് എന്ന് പറഞ്ഞാൽ കുറയുന്നു, റിയാക്റ്റൻറ്റ് കുറയുന്നു, റിയാക്റ്റൻറ്റ് കുറയുന്ന നിരക്ക്, അതായത് ചേഞ്ച് ഡെൽറ്റ എന്ന് പറഞ്ഞ ചേഞ്ച്, റിയാക്റ്റൻറ്റിൻ്റെ ചേഞ്ച് ഡെൽറ്റ ടൈമിലുള്ള റിയാക്റ്റൻറ്റിൻ്റെ ചേഞ്ച്, അതായത് റിയാക്റ്റൻറ്റ് ഏത് റേറ്റിലാണ് ചേഞ്ച് ചെയ്യുന്നത്. മൈനസ് ഇട്ടിരിക്കുന്നത് കുറയുന്നതുകൊണ്ടാണ് കേട്ടോ. അത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെന്ന് പറയാം. പിന്നെന്ത് പറയാം? റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ ചേഞ്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കൂടി വരുന്ന കാരണം പ്ലസ് ആണ്. പ്രൊഡക്റ്റിൻ്റെ ചേഞ്ച് ചെയ്യുന്ന റേറ്റ്, അതായത് പ്രൊഡക്റ്റിൻ്റെ ചേഞ്ച് ബൈ ഡെൽറ്റ ടി, ഇതും എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. യൂണിറ്റ് ടൈമിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്ര കുറയുന്നു അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്ര കൂടുന്നു, അതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ നമുക്കൊരു പ്രത്യേകത റിയാക്ഷൻ നോക്കാം. ഫോസ്ഫറസ് പെൻറ്റ, 5 എന്ന് പറഞ്ഞാൽ പെൻറ്റയാണ്. ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് ഒരു ഗ്യാസാണ്. അത് ഡികമ്പോസ് ചെയ്ത് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡും ക്ലോറിൻ ഗ്യാസും, ഇതെല്ലാം ഗ്യാസാണ് കേട്ടോ, ക്ലോറിൻ ഗ്യാസും ഒക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷൻ എടുക്കുക. ഈ റിയാക്ഷനിൽ നമുക്ക് എങ്ങനെ റേറ്റ് കാണാം? റേറ്റ് ഓഫ് റിയാക്ഷൻ കാണണമെങ്കിൽ റിയാക്റ്റൻ്റ് ആയ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് എന്ത് റേറ്റിൽ കുറയുന്നു, അതിൻ്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടൈം. ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഫോസ്ഫറസ് ഉണ്ടാകുന്ന റിയാക്റ്റൻ്റ് ഏതാണ്? ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്. അത് ചേഞ്ച് ചെയ്യുന്ന റേറ്റ്, അതിന് മൈനസ് കൊടുത്തില്ല, കാരണം അത് കൂടിയാണ്, പ്രൊഡക്റ്റ് കൂടിയാണ്. ഇവിടെ റിയാക്റ്റൻ്റ് ആയതുകൊണ്ടാണ് കുറയുന്നു എന്ന് കാണിക്കാനാണ് മൈനസ് കൊടുത്തത്. അപ്പോൾ ഈ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് ഏത് റേറ്റിൽ കുറയുന്നു അത് റേറ്റാണ്. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് ഏത് റേറ്റിൽ കൂടുന്നു അതും റേറ്റാണ്. അല്ലെങ്കിൽ നമുക്ക് റേറ്റ് ക്ലോറിൻ ഏത് റേറ്റിൽ കൂടുന്നു, ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ഡെൽറ്റ ടൈമിൽ, ഇത് 3 നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ടൈമിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് ടൈമിലുള്ള ചേഞ്ചിനാണ് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ, ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ് എപ്പോഴും പഠിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൺസെൻട്രേഷൻ മോളിലാണ് തന്നിരിക്കുന്നത്. കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് മോൾ L⁻⁻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 ⁻
-1 S⁻²-1 ഇതാണ് കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ റേറ്റിൻ്റെ യൂണിറ്റ്. ഇനി ഗ്യാസസ് ആണ് ആ കോൺസെൻട്രേഷൻ ഗ്യാസിൻ്റെ പ്രഷറിലാണ് തന്നിരിക്കുന്നതെന്നിരിക്കട്ടെ. പ്രഷറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ
അറ്റ്മോസ്ഫിയർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് എന്ന് പറയാം. അത് നമ്മൾ അധികം ഉപയോഗിക്കേണ്ടി വരില്ല. എപ്പോഴും നമ്മൾ റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ L⁻⁻1 S⁻⁻1 ആണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? യെസ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇൻസ്റ്റാൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഇൻസ്റ്റന്റിലുള്ളത്, ഒരു പ്രത്യേക സെക്കൻഡിലുള്ള, ഒരു പ്രത്യേക സമയത്തുള്ള റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് എങ്ങനെ കാണാം? എ മോൾസ് ഓഫ് എയും ബി മോൾസ് ഓഫ് ബിയും കൂടി റിയാക്ട് ചെയ്തിട്ട് സി മോൾസ് ഓഫ് സിയും ബി മോൾസ് ഓഫ് ബിയും ഉണ്ടാകുന്നു. അപ്പോൾ റിയാക്റ്റൻസ് എയും ബിയും ആണ്, അത് എ മോൾസും ബി മോൾസും എടുത്തിരിക്കുന്നു. പ്രൊഡക്റ്റ് സിയും ഡിയും ആണ്, അത് സി മോൾസും ഡി മോൾസും എടുത്തിരിക്കുന്നു. ഇവിടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് റേറ്റ് ഇൻസ്റ്റന്റേനിയസ് ആയതുകൊണ്ട് ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയാം. അത് കാണണമെങ്കിൽ എ മോൾസ് അല്ലേ, അപ്പോൾ റിയാക്റ്റൻ്റ് ആകുമ്പോൾ കുറയാണ്, അതുകൊണ്ട് മൈനസ് കൊടുക്കുക. മൈനസ് മോൾ 1/8 എടുക്കുക. -1/a dA/dt. dt എന്ന് പറഞ്ഞൊരു സ്മോൾ ടൈം, ഡി എന്ന് പറഞ്ഞൊരു സ്മോൾ ചേഞ്ച്. സ്മോൾ ടൈമിൽ എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ സ്മോൾ ചേഞ്ച്, അതാണ് dA/dt. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എയുടെ റേറ്റ് ഓഫ് ചേഞ്ച്, അതിനെ -1/a, എ എന്ന് പറയുന്ന ആ മോൾസ് ഉണ്ടല്ലോ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് റേറ്റ് ആവാം, അല്ലെങ്കിൽ ഇതിട്ടും ചെയ്യാം. എങ്ങനെയാണ്? അത് റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസ് കൊടുത്തു. 1/b dA/dt. അങ്ങനെ റിയാക്റ്റൻ്റ് വെച്ച് ചെയ്യാം, പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാം. ഈ സി വെച്ച് ചെയ്താലോ 1/c, അത് മൈനസ് വേണ്ട, പ്രൊഡക്റ്റ് കൂടിക്കൂടിയാണ് വരുന്നത് റിയാക്ഷൻ നടക്കുമ്പോൾ, അതുകൊണ്ട് പ്ലസ് ആണ്. പ്ലസ് ആവണമെങ്കിൽ എഴുതണമെന്നില്ല, dC/dt എഴുതാം. അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്യാം, 1/d ഇൻറ്റു d/dt. ഇതെല്ലാം ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. റിയാക്ഷൻ്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ഒക്കെ ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായി, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് കടന്നാലോ? നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എക്സ്പ്രസ് ദി റേറ്റ് ഓഫ് ദി ഫോളോവിങ് റിയാക്ഷൻസ് ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. മറ്റൊന്നുമല്ല, ഒരു റിയാക്ഷൻ തന്നിരിക്കുന്നു. എന്താണ്? 2N2O5. അതൊരു ഗ്യാസ് ആണ്. അത് ഡികമ്പോസ് ചെയ്ത് 4NO2 NO2 ആയി മാറി. പിന്നെ ഓക്സിജനും ഉണ്ടായി, ഒരു ബൈ പ്രോഡക്റ്റ് ഓക്സിജനും ഉണ്ടായി. അത് N2O5 ഡികമ്പോസ് ചെയ്തിട്ട് NO2ഉം O2 ഉണ്ടാകുന്നു. 2 മോൾസ് ഓഫ് 2 മോൾസ് ഓഫ് N2O5 എന്തായി മാറി? 4 മോൾസ് ഓഫ് NO2ഉം 1 മോൾ ഓഫ് O2 ആയി മാറി. ഇതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ പറയാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് റിയാക്റ്റൻറ്റിൻ്റെ ടേംസിൽ ഒന്ന് എഴുതി വെക്കാം. റിയാക്റ്റൻറ്റിൻ്റെ ടേംസിൽ റേറ്റ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? റേറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് ആകുമ്പോൾ കുറയാണ്, അപ്പോൾ മൈനസ് കൊടുക്കണം. -1/2. പിന്നെ ചേഞ്ച് ഓഫ് N2O5 dt ടൈമിലുള്ള N2O5ൻ്റെ ചേഞ്ച്, അത് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് റേറ്റ് കൊടുക്കാം. ഇനി പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് റേറ്റ് കൊടുക്കുകയാണെങ്കിലോ, പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് കൂടുന്നതുകൊണ്ട് മൈനസ് ഇടണ്ട, പ്ലസ് ഇട്ടാൽ മതി. പ്ലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 1/4. പിന്നെയോ ചേഞ്ച് ഓഫ് NO2ൻ്റെ കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് എപ്പോൾ? dt ടൈമിൽ. അല്ലെങ്കിൽ ഇവിടെ 1 ആണെങ്കിൽ 1/1 എന്ന് എഴുതണമെന്നില്ല. അപ്പോൾ ചേഞ്ച് ഓഫ് O2 dt ടൈമിൽ. ഇങ്ങനെ നമുക്ക് റേറ്റ് കാണാൻ പറ്റും. അപ്പോൾ 2N2O5 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഡികമ്പോസ് ചെയ്ത് 4NO2 + O2 ആയി. റിയാക്റ്റൻ്റ് N2O5 ആണ്, പ്രൊഡക്റ്റ് NO2 O2 ആണ്. ഇതിൻ്റെ റേറ്റ് കാണാൻ ചോദിച്ചാൽ റിയാക്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റേറ്റ് കാണുവാണെങ്കിൽ -1/2. അതിൻ്റെ മോൾസ് 2 ആണ്, അതുകൊണ്ട് -1/2. മൈനസ് കുറയുന്നു, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയാണ് റിയാക്ഷനിൽ നടക്കുന്നത്, അതുകൊണ്ടാണ് മൈനസ് ഇട്ട്. -1/2. പിന്നെയോ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2O5 /dt എന്ന് എഴുതാം. പ്രൊഡക്റ്റിൻ്റെ വെച്ച് നോക്കുവാണെങ്കിലോ 1/4. മോള് 4 ആണ്, അതുകൊണ്ട് 1/4 ചേഞ്ച് ഓഫ് NO2 dt ടൈമിലുള്ള NO2ൻ്റെ ചേഞ്ച്, അല്ലെങ്കിൽ O2ൻ്റെ കോൺസെൻട്രേഷൻ്റെ dt ടൈമിലുള്ള ചേഞ്ച്. ഇതെല്ലാം ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഒരു
റിയാക്ഷൻ തന്നിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ കാണാൻ ചോദിച്ചാൽ നമുക്ക് റിയാക്റ്റൻറ്റിനെ ബേസ് ചെയ്തിട്ടും പറയാൻ പറ്റും, പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് പറയാൻ പറ്റും. ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒന്ന്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റേറ്റും കൂടും. പിന്നെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ റേറ്റ് കൂടും. ഹയർ ടെമ്പറേച്ചറിൽ അതിൻ്റെ സ്പീഡ് കൂടും. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസും റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസിൻ്റെ സർഫസ് ഏരിയ കൂടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. സർഫസ് ഏരിയ കൂട്ടാൻ പറഞ്ഞപ്പോൾ നമ്മളൊരു കല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനം, അത് റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് പൊടിച്ചു എന്നിരിക്കട്ടെ, പൊടിക്കുമ്പോൾ എന്താണ് സർഫസ് ഏരിയ. ഇപ്പോൾ ഒരു കല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അത് പൊടിക്കുമ്പോൾ ഇങ്ങനെയായി. അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. നേച്ചർ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രൊഡക്റ്റിൻ്റെയോ റിയാക്റ്റൻസിൻ്റെയോ നേച്ചർ അതനുസരിച്ചിട്ടും കോൺസെൻട്രേഷൻ കൂടും, റേറ്റ് കൂടും. കാരണം ബോണ്ട് ഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഈസിനെസ് വെച്ചിട്ട് റേറ്റ് കൂടും. ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസിൻ്റെ ബോണ്ടെല്ലാം പൊട്ടുന്നു, അതിനുശേഷം പ്രൊഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടി ആ ബോണ്ടുകൾ പല രീതിയിൽ കൂടി ചേർന്ന് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ബോണ്ട് ഫോം ചെയ്യുകയും ബോണ്ട് ബ്രേക്കിങ് ചെയ്യുന്നതിൻ്റെ ഈസിനെസ് കൂടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അതാണ് നേച്ചർ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്, പ്രൊഡക്റ്റിൻ്റെയും റിയാക്റ്റൻ്റെയും നേച്ചർ. അപ്പോൾ ഏതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ്, നേച്ചർ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രൊഡക്ട്സ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന റേറ്റ് ലോ ആണ്. എന്താണ് റേറ്റ് ലോ? വാട്ട് ഈസ് റേറ്റ് ലോ? ഇതാണ് റേറ്റ് ലോ. ദി റെപ്രസെൻറ്റേഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് അറിയാലോ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നവ, ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നവ. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ റേറ്റ് ലോ അനുസരിച്ചിട്ട് എങ്ങനെയാണ് റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു റിയാക്ഷൻ നമ്മൾ നോക്കാം. എ മോൾസ് ഓഫ് എയും ബി മോൾസ് ഓഫ് ബിയും റിയാക്ട് ചെയ്തിട്ട് സി മോൾസ് ഓഫ് സിയും ഡി മോൾസ് ഓഫ് ഡിയും ഉണ്ടാവുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് റേറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു, ഞാൻ റേറ്റ് ലോ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? എയുടെ കോൺസെൻട്രേഷൻ അതിൻ്റെ പവർ എക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, ബിയുടെ കോൺസെൻട്രേഷൻ അതിൻ്റെ പവർ വൈ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ്ഡ് ടു എക്സ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ്ഡ് ടു വൈ എന്ന് പറയാം. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്ക് ഈക്വൽസ് കൊടുക്കാം. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്താൽ പ്രൊപ്പോർഷണാലിറ്റി മാറും. കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, റേറ്റ് കോൺസ്റ്റൻറ്റ്, എ റേസ്ഡ് ടു എക്സ് ബി റേസ്ഡ് ടു വൈ എന്ന് കൊടുക്കാം. ഈ ഇക്വേഷന് ഒരു പേരുണ്ട്. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. എന്താണ്? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളിലോട്ട് കിടക്കാം. അതായത് കുറച്ച് റിയാക്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഇത് വെച്ചിട്ട് നോക്കാം. ഒരു റിയാക്ഷൻ ഞാൻ എഴുതാൻ പോവാണ്. 2Na, 2 moles ഓഫ് NO. അത് ഗ്യാസ് ആണ്. 1 mole O2 റിയാക്ട് ചെയ്തിട്ട് 2 mole NO2 ഉണ്ടാവാന്നിരിക്കട്ടെ. നമുക്കിതിൻ്റെ റേറ്റ് എങ്ങനെ എഴുതാം? റേറ്റ് എന്ന് പറയുമ്പോൾ ഈക്വൽസ് കെ ഇൻറ്റു ഈ എടുക്കുമ്പോൾ എന്തെടുക്കാവുള്ളൂ? റിയാക്റ്റൻസ് എടുക്കാവുള്ളൂ. അപ്പോൾ NO ഉണ്ട്, അതിൻ്റെ മുകളിൽ ഈ 2 ആണ് എഴുതിയിരിക്കുന്നത്, എക്സിന് പകരം 2 ആണ് എഴുതിയിരിക്കുന്നത്. അടുത്ത് O എടുക്കുക, ഇൻറ്റു O2 ആണ്. അതിൻ്റെ മുകളിൽ ഇവിടെ 1 ആണ്, അതുകൊണ്ട് 1 എഴുതണമെന്നില്ലല്ലോ. ഇതാണ് റേറ്റ്. അപ്പം നമ്മൾ ഓർക്കും മോൾസ് ഈ സ്റ്റോക്കിയോമെട്രിക് കോൺസ്റ്റൻറ്റുകൾ എന്നാണ് പറയുന്നത്. ഈ 2, ഈ 1, ഈ 2വിനൊക്കെ സ്റ്റോക്കിയോമെട്രിക് കോൺസ്റ്റൻറ്റുകളാണ് എക്സും വൈ ആയിട്ട് എഴുതിയെന്ന് ഓർക്കും.
എന്നാൽ മറ്റൊരു റിയാക്ഷൻ നമ്മൾ നോക്കാം, അതാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ CH(Cl3) പ്ലസ് Cl2 gives CCl4 പ്ലസ് HCl. ഇവിടെ നമുക്ക് റേറ്റ് നോക്കാം. റേറ്റ് എന്ന് പറയുന്നത് K ഇൻറ്റു CHCl3. ഇത് Cl ആട്ടോ, Cl3. യെസ്, ഇതിന് മുകളിൽ നമ്മൾ 1 വരുന്നു വിചാരിച്ചു അല്ലേ? യെസ് 1. എന്നാൽ ഇതടുത്ത് Cl2 അല്ലേ? Cl2. ഇതിന് മുകളിൽ 1 വരുന്നു വിചാരിച്ചു, പക്ഷേ ഇവിടെ അതല്ല, 1/2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിയോമെട്രിക് കോൺസ്റ്റൻറ്റുകൾ തന്നെ ഇതിൻ്റെ പവേഴ്സായിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ ഒരെണ്ണം കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. CH3 COO C2H6, ഇത് H2O. റിയാക്ട് ചെയ്യുമ്പോൾ CH3 COOH ആസിഡ് ആണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? C2H5OH. ഇവിടെ നമുക്ക് റേറ്റ് നോക്കാം. K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CH3 COO C2H6. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഇവിടെ 1 വരണം അല്ലേ? യെസ്, അത് 1 തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. അടുത്ത എന്താണ്? H2 ഉണ്ട്. H2യുടെ മുകളിൽ 1 വരണം എന്ന് വിചാരിക്കും, പക്ഷെ ഇവിടെ 0 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ മോൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റോക്കിയോമെട്രിക് കോൺസ്റ്റൻറ്റുകൾ തന്നെ എക്സും വൈയും വരണമെന്നൊന്നുമില്ല. ചില റിയാക്ഷനിൽ അതായിരിക്കും, ചില റിയാക്ഷനിൽ വേറെ ആയിരിക്കും. ഇതാണ് എന്ത്? റേറ്റ് ലോ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എക്സ്പൊണൻസ് എക്സ് ആൻഡ് വൈ, എക്സ്പൊണൻസ് ആയ എക്സും വൈയും മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദി സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് ഓഫ് എ ആൻഡ് ബി. എ ബി അല്ലേ? ഇതുണ്ടോ? ഈ എ ഈ ബി എന്നൊക്കെ പറയുന്നത് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. ഈ കോഎഫിഷ്യൻസ് തന്നെ ഈ എക്സ്പൊണൻസ് ആയിട്ട് വരണമെന്നില്ല, ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല. ഇതാണ് റേറ്റ് ലോ.